വെനീർ പൂവിലാണെങ്കിൽ ശ്രുതിയുടെ കള്ളത്തരം കയ്യോടെ പിടികൂടുന്ന രേവതിയെയും സച്ചിയെയും നമുക്ക് കാണാനായിട്ട് കഴിയും. അതായത് രഘുവിൻ്റെ മകളാണെങ്കിൽ നമ്മുടെ ബീരാൻ്റെ ആരായിട്ട് സഹോദരിയുടെ മകനുമായിട്ട് ബന്ധത്തിലാവുന്നൊരു കാഴ്ച കാണാം. അതുകൊണ്ട് തന്നെ അവർ പ്രണയിക്കുന്നത് കൊണ്ട് തന്നെ രഘു ആണെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മുടെ രവിയുടെ അടുത്തേക്ക് എത്തുമ്പോൾ രവി പറയുന്നുണ്ട്, അവരങ്ങനെ ഓടിപ്പോകുന്നുമില്ല, നീ അവരുടെ വിവാഹം നടത്തി കൊടുക്കുക, അത് തന്നെയാണ് രഘു നല്ലത് എന്ന് പറയുമ്പോൾ നമ്മുടെ രവിയുടെ വാക്ക് രഘു കേൾക്കുന്നു. അങ്ങനെ വിവാഹവും കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് തുടങ്ങുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ നമ്മുടെ ബീരാൻ്റെ സഹോദരിയുടെ മകനായതുകൊണ്ട് തന്നെ അമ്മാവനാണല്ലോ, അതുകൊണ്ട് തന്നെ ബീരാനും ആ വിവാഹ ചടങ്ങിലേക്ക് വരുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ബീരാനാണെങ്കിൽ ഇവരെ കാണുന്നുണ്ട്. അപ്പോൾ തന്നെ രഘുവിനോട് ചോദിക്കുന്നുണ്ട്, ആരാ ഇതാരാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ നമ്മുടെ രഘു പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവൻ എൻ്റെ ഒറ്റ ചെങ്ങാതിയാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ടവനാണ്, അത് രവിയുടെ കുടുംബമാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ബീരാൻ ആകെ പെട്ടുപോകുന്നുണ്ട്. അപ്പോഴേക്ക് ആദ്യം തന്നെ ബീരാനെ ശ്രുതിയാണ് കാണുന്നത് എന്ന് കാണാം. അതുകൊണ്ട് തന്നെ ശ്രുതിയാണെങ്കിൽ ബീരാൻ്റെ കയ്യും കാലമൊക്കെ പിടിച്ച് പറയുന്നുണ്ട്, ഇവിടുന്ന് എത്രയും പെട്ടെന്നൊന്ന് പോകണം ബീരാനെ, അല്ലെങ്കിൽ പ്രശ്നമാകും, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാമെന്ന് പറയുമ്പോൾ ബീരാൻ അത് സാധ്യമല്ല, എനിക്ക് പോകാനായിട്ട് കഴിയില്ല എന്ന് ശ്രുതിയുടെ മുഖത്ത് നോക്കി പറയുന്നത് കാണാനായിട്ട് കഴിയൂട്ടോ. ഇതേ സമയമാണ് ബീരാൻ പോകുന്ന വഴിയാണെങ്കിൽ നമ്മുടെ രഘു പിടിച്ചു നിർത്തിയിട്ട് പറയുന്നുണ്ട്, അതായത് ഇതാണ് പയ്യൻ്റെ അമ്മാവൻ എന്ന്. അതായത് ബീരാൻ ഇങ്ങനെ പാസ് ചെയ്യുന്നത് രേവതി കാണാനായിട്ടിടയാകുന്നുണ്ട്. അപ്പോൾ തന്നെ സച്ചിയെ വിളിച്ച് കാണിക്കുമ്പോൾ അത് ശ്രുതിയുടെ ഇളയച്ചനാണ് എന്നുള്ള ബോധ്യം സച്ചിക്കും രേവതിക്കും വരുന്നത് കാണാം. അപ്പോഴാണ് രഘു നടന്നു പോകുന്ന ബീരാനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. കുടുങ്ങിയല്ലോ നദാ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ബീരാനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ തട്ടി നിൽക്കുന്ന സമയം സച്ചിയും രേവതിയും ബീരാൻ്റെ അടുത്തേക്ക് നടന്നെടുക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നു. ഒടുവിൽ ബീരാന് എന്താണ് സംഭവിച്ചത് എന്നുള്ള എല്ലാ സത്യങ്ങളും തുറന്നു പറയേണ്ടി വരുന്നൊരു കാഴ്ചയും കാണാൻ സാധിക്കും. ഒടുവിലതാ ശ്രുതിയുടെ കള്ളത്തരം പതിയെ മറനീക്കി പുറത്തേക്ക് വരുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.